ദശകം 6-9 ശ്ലോകം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യസരിത്സമുദയസ്തരവഞ്ചരോമാ ജിയാദിദം വപുര നിർവചനീയമീശാ. ഇതിൽ സംസാരചക്രമായി സംസാരചക്രം എന്ന് പറഞ്ഞാൽ മരിക്കുക, ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ജനിക്കുക, അതാണ് സംസാരചക്രം എന്ന് പറയുന്നത്. ചക്രമായി ചക്രധര, അല്ലയോ സുദർശന ചക്രം ധരിച്ച ഭഗവാനെ, ചക്രധര ഭഗവാനെ. ക്രിയാഹ തേ, അങ്ങയുടെ പ്രവൃത്തികൾ സംസാരചക്രം ആകുന്നു, അങ്ങയുടെ പ്രവൃത്തികൾ സംസാരചക്രം ആകുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. വീര്യം, ഭഗവാന്റെ പരാക്രമം. മഹാ അസുരഗുണാഃ, അസുരഗണ അസ്ഥികുലാനി ശൈലാഃ, അങ്ങയുടെ വീര്യം, ഭഗവാന്റെ പരാക്രമം മഹാ അസുരന്മാരുടെ കൂട്ടം ആകുന്നു. അസുരഗണാഃ, അസുരന്മാരുടെ കൂട്ടം ആകുന്നു. അസ്ഥികുലാനി, അങ്ങയുടെ അസ്ഥികൾ പർവ്വതങ്ങൾ ആകുന്നു. നാഡികൾ രക്തക്കുഴലുകൾ, അത് നദികളുടെ കൂട്ടം ആകുന്നു. തരവഞ്ച എന്ന് പറഞ്ഞാൽ മരങ്ങളാകട്ടെ രോമഹ, അങ്ങയുടെ രോമങ്ങൾ, അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങൾ ആകുന്നു. മരങ്ങൾ അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങൾ ആകുന്നു. ജിയാദിദം, ജയിക്കുമാറാകട്ടെ, ഇദം ആ വിശ്വരൂപം, ഈശാ ഭഗവാനെ. അനിർവചനീയം, നിർവചിക്കാൻ പറ്റാത്തതായ അങ്ങയുടെ ഈ സ്വരൂപം വിവരിക്കാൻ പറ്റാത്തതാണ്. ഈ വിരാട് സ്വരൂപം വർണ്ണിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങയുടെ രൂപം ജിയാദിദം വിജയിക്കട്ടെ. ഇതോടെ ഇതിൽ വിരാട് സ്വരൂപത്തിൻ്റെ വർണ്ണനം ഈ ശ്ലോകത്തോടു കൂടി അവസാനിക്കുന്നു. ഇതിൽ പറയുന്നത് സംസാരചക്രം, ജനിക്കുക മരിക്കുക, വീണ്ടും ജനിക്കുക മരിക്കുക എന്നൊക്കെ ഉള്ള അത് അങ്ങയുടെ പ്രവൃത്തികൾ ആകുന്നു. ആ സംസാരചക്രം അങ്ങയുടെ പ്രവൃത്തികളാകുന്നു. ഭഗവാന്റെ ആ പരാക്രമം എന്ന് പറയുന്നത് അസുരന്മാരുടെ കൂട്ടമാകുന്നു. അങ്ങയുടെ അസ്ഥികൾ പർവ്വതങ്ങളാകുന്നു. നാഡികൾ നദികളാകുന്നു. മരങ്ങൾ അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങളാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ വിരാട് സ്വരൂപം വിജയിക്കുമാറാകട്ടെ എന്നാണ് മേൽപ്പത്തൂരി ശ്ലോകത്തിൽ പറയുന്നത്.